വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളുമൊക്കെ നെയ്തെടുത്ത നമുക്ക് ഇന്ന് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച ഒരു അച്ഛനെ എനിക്കറിയാം. അദ്ദേഹം ഒരു സുഖവും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. നല്ല യൗവനത്തിൽ ഗൾഫിൽ പോകും, 3 വർഷം കൂടുമ്പോൾ വരും, 3 മാസം ഉണ്ടാവും, അല്ലെങ്കിൽ 4 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത 3 വർഷം തൻ്റെ മക്കൾ 2 പേരെയും നല്ല മിടുക്കന്മാരായി വളർത്താൻ ഈ അച്ഛൻ മക്കളെ മുതിർന്ന തരത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടൊരു അച്ഛനെ എനിക്കറിയാം. അവർക്കൊരു 22 വയസ്സായപ്പോഴേക്കും 2 പേർക്കും വീട് വെച്ച് കൊടുത്തു ഈ പാവം. അവരുടെ 2 പേരുടെയും അക്കൗണ്ടിൽ 50 ലക്ഷം വീതം അദ്ദേഹം അവർ പോലും അറിയാതെ അവരുടെ അക്കൗണ്ടിൽ എല്ലാം ശരിയാക്കി വെച്ചു. ആൺമക്കളാണ്, മറക്കരുത്. ഈ മക്കൾ പഠിച്ചു. അവർ 2 പേരും വലിയ ജോലികൾ അന്വേഷിച്ച് ഇന്ത്യക്ക് പുറത്തു പോയി. വായിച്ച് സ്വപ്നം കണ്ടതെല്ലാം അവിടെയുണ്ട്. അവർ അച്ഛനും അമ്മയ്ക്കും കത്തയച്ചു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി അക്കൗണ്ടിലിട്ട് 50 ലക്ഷമില്ലേ, അത് ഞങ്ങളുടെ 1.5 വർഷത്തെ ശമ്പളമേ ഉള്ളൂ, അതുകൊണ്ട് ആ പൈസ ഞങ്ങൾക്ക് വേണ്ട, അച്ഛൻ എടുത്തോളൂ. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വീട് പണിത് അവിടെ വെച്ചിട്ടില്ലേ, ഞങ്ങൾ അവിടേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇവിടെ ഞങ്ങൾക്ക് അതിലും സൗകര്യങ്ങളുള്ള വീടുകളുണ്ട്. അച്ഛൻ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടി എനിക്ക് വേണ്ട, എനിക്ക് പറ്റിയ ഒരുവളെ, എൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുവളെ എനിക്കറിയാം. ഇതൊക്കെ പറഞ്ഞ് അവരവിടെ സ്ഥിരതാമസമായപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ 40 വർഷം ഞാൻ കഷ്ടപ്പെട്ടത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർക്ക് ഞങ്ങളെ വേണ്ട. ഞാൻ അന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ ഈ 1 കോടി രൂപ അവർക്ക് 2 പേർക്കും 2 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ പൈസ അച്ഛൻ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ആർക്കു വേണ്ടിയാ ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത്? ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം എത്ര തവണ ചിന്തിച്ചു എന്നറിയുമോ? ഒരു ജീവിതം മുഴുവൻ സമർപ്പിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ പാവം ഇരുന്ന് കരയാണ്. അദ്ദേഹം പറയാ, ഞാനൊരു ക്ഷേത്രത്തിൽ പോലും പോയിട്ടില്ല, കാരണം ആ സമയം കൂടി എൻ്റെ മക്കൾക്ക് 10 രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച്. ഏതൊരു ഭഗവാനെ മറന്നിട്ടാണോ, ഏതൊരു സന്നിധി മറന്നിട്ടാണോ, ഏതൊരു നാമം ഉച്ചരിക്കുന്നത് മറന്നിട്ടാണോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്? ആ ജീവിതം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, അവസാനം ഒരാളെ എന്നെ സഹായിക്കാനുണ്ടാകും. അത് എൻ്റെ സർവേശ്വരനല്ലാതെ മറ്റൊരാളല്ല. ഏതൊരു നാമം ഞാൻ മറന്നുവോ ആ നാമം ചൊല്ലി ഞാൻ ഇനി ജീവിക്കാൻ പോവുകയാണ്. ഏതൊരു ഇടമാണോ ഞാൻ മറന്നത് ആ ക്ഷേത്ര സന്നിധിയിൽ ഞാൻ ഇനി ജീവിക്കാൻ പോവുകയാണ്. ഈ സമ്പത്തുണ്ടാക്കി വെച്ചതും സൗകര്യങ്ങളും ഈ വാഹനങ്ങളും ഒക്കെ ഇനി ആർക്കാ? സത്യത്തിൽ നമ്മുടെ വർത്തമാനകാല കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ്. കുറേ വൃദ്ധസദനങ്ങൾ നമുക്കുണ്ട് എന്നല്ലാതെ, പാവം പിടിച്ച പ്രായമുള്ള കുറേ അച്ഛനമ്മമാർ ജീവിക്കുന്നു എന്നല്ലാതെ, ഈ സുന്ദരമായ ദൈവിക കേരളം ഇന്ന് വൃദ്ധസദനങ്ങൾ മാത്രമുള്ള ഒരു കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മക്കളോട് നമ്മുടെ മഹത്തരമായി പാരമ്പര്യമൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാം.